വട്ട് പിടിച്ച് 112 വിളിച്ച ഭാര്യ ബിന്ദുവിനോട് ഒടുവിൽ വട്ടില്ലാത്ത നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ലേലു അല്ലു പറഞ്ഞ് മന്ത്രിപദം നിലനിർത്തി. പക്ഷേ വായിൽ നിന്നും വീണ വാക്കുകൾ ട്രോൾ മഴയായി തിരിഞ്ഞു കുത്തുന്നുമുണ്ട്. എന്തൊക്കെ തള്ളായിരുന്നു! 5001 പ്രണയം, ജവഹർലാൽ നെഹ്റുവുമായി താരതമ്യം. ജവഹർലാൽ നെഹ്റുവിനെ കാമുകിയുടെ ഭർത്താവ് ഇടിച്ച് പഞ്ഞിക്കിട്ട ചരിത്രം നമ്മൾ ഒരിടത്തും വായിച്ചിട്ടില്ലാത്തതിനാലും നെഹ്റുവിൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ അവിഹിതം കയ്യോടെ തൂക്കാത്തതിനാലും നമ്മൾ എങ്ങനെയാണ് മന്ത്രി താങ്കളെയും അദ്ദേഹത്തെയും താരതമ്യം ചെയ്യുന്നത്? വട്ടുപിടിച്ച ഭാര്യ ബിന്ദുവിനെ രാഖി രാമാനം മാപ്പ് പറഞ്ഞു ഒതുക്കാനും വേണം ഒരു ചങ്കൂറ്റം. മന്ത്രിയുടെ ഒരു ചങ്കൂറ്റമേ! ഡോക്ടർ യാമിനിയോട് പറഞ്ഞ മാപ്പാണോ ഇതെന്ന് തൽക്കാലം പുറത്തു വന്നിട്ടില്ല. യാമിനിക്ക് കോടിക്കണക്കിന് സ്വത്തിൻ്റെ മാപ്പായിരുന്നു. പക്ഷേ ഇവിടെ ഇടതുപക്ഷത്തെ ഏതോ ഉന്നതൻ്റെ ഇടപെടലുണ്ടെന്നാണ് അഭ്യൂഹം. കാരണം ഗണേശൻ മന്ത്രിയുടെ അവിഹിതം ഇടതുപക്ഷത്തിനും കൂടി തലവേദനയായിരുന്നല്ലോ. പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് കാലമല്ലേ, പേടിക്കണം. മാത്രമല്ല മുഖ്യമന്ത്രിക്ക് രാഹുലിൻ്റെ അതിജീവിതയ്ക്ക് വേണ്ടി കുടിച്ച ചായക്കപ്പ് ഒന്നുകൂടി എടുക്കാൻ പറ്റാത്ത അവസ്ഥയുമാണ്. പ്രതിപക്ഷ നേതാവാണെങ്കിൽ കപ്പ് എവിടെ CMA എന്ന് ചോദിച്ച് പിന്നാലെ നടപ്പുണ്ട്. രാഹുലിനു വേണ്ടി കപ്പും പാട്ടയുമൊക്കെ പൊതുവേദിയിൽ കാണിച്ചു എന്ന് കരുതി സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിയല്ലേ ഗണേശൻ, കപ്പെടുക്കാൻ പറ്റുമോ അങ്ങനെ? 5001 പ്രണയമുണ്ടെന്ന് വല്ലാതെ തള്ളിമറിച്ചെങ്കിലും അവിഹിതം എണ്ണാൻ വിരലുകളൊന്നും തികയാതെ വരും. എന്നിട്ടാണല്ലോ പല വേദികളിലും ചെന്ന് മാങ്കൂട്ടത്തിനെയും സുരേഷ് ഗോപിയുമൊക്കെ ഊക്കാൻ നടന്നത്. എന്തിനേറെ നമ്മുടെ ഏറ്റവും ബഹുമാന്യനായ VSനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ പുറത്ത് പറയാൻ പറ്റാത്ത അത്രയും വൃത്തികെട്ടതായിരുന്നു. സ്വന്തം സ്വഭാവമാണ് ആ പറഞ്ഞ വാക്കുകളെന്ന് കാലം താമസിയാതെ തെളിയിച്ചു കൊടുക്കുകയും ചെയ്തു. ഇപ്പോഴും തെളിയിച്ചു കൊണ്ടേയിരിക്കുന്നു. കർമ്മ എന്നത് സുമ്മാ പറയുന്നതല്ലല്ലോ. സോളാറിൻ്റെയും സരിതയുടെയും കാലത്ത് ഈ നാറിയവനെ ചുമക്കുന്ന നാണംകെട്ട മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടിയെന്ന് അന്തക്കാലത്ത് വിളിച്ചു കൂവിയ ആളാണ് ഇന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അന്നത്തേക്കാൾ വലിയ നാറിയ കഥ പുറത്തു വന്നിട്ടും എന്താണാവോ നാണം കെട്ട് ഇപ്പോഴും ചുമന്നുകൊണ്ട് നടക്കുന്നത്. ബിന്ദുവിനെ രാഖി രാമാനം ഒതുക്കാൻ ഏർപ്പാടാക്കിയത് മുഖ്യൻ്റെ ഉപദേശമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റുമോ? ബിന്ദുവിന് പത്തനാപുരത്തെ ഏതോ സ്ഥലത്തിൻ്റെ മാപ്പാണ് കൊടുത്തത് എന്നൊരു സംസാരമുണ്ട്. പക്ഷേ ഡോക്ടർ യാമിനി കാണിച്ച ധൈര്യം പോലും ബിന്ദുവിനില്ലാതെ പോയല്ലോ. കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ, ജീവനിൽ ഭയമുണ്ടാവും ആ സ്ത്രീക്ക്. പഴയ ആൾക്കാർ പറയും ഏറ്റവും കൂടുതൽ കുറ്റമുള്ളവനാണ് മറ്റുള്ളവരെ കുറ്റം പറയുന്നതെന്ന്. പാദം മുതൽ തലമുടി വരെ അവിഹിതവും പേറി നടക്കുന്ന മന്ത്രിയാണ് ശ്രീ ഗണേഷ് കുമാർ. അദ്ദേഹമാണ് മറ്റുള്ളവരെ ഒരു ഉളുപ്പുമില്ലാതെ കുറ്റം പറയുന്നത്. എന്നിട്ട് ഒടുവിൽ ഇതെൻ്റെ കുടുംബ പ്രശ്നമാണെന്നൊരു ജാമ്യവും. കുടുംബത്തിൽ പ്രശ്നമുണ്ടാകും, സ്വാഭാവികം. ഭാര്യയും ഭർത്താവുമായ അല്ലറ ചില്ലറ പിണക്കവും വഴക്കുമൊക്കെ ഉണ്ടാവുകയും ചെയ്യും, അതും സ്വാഭാവികം. പക്ഷേ അവരൊന്നും 112 വിളിച്ച് സഹായം തേടാറുമില്ല. മാധ്യമങ്ങളിൽ വന്ന് ഭർത്താവിൻ്റെ അവിഹിതവും ഗുണ്ടായിസവും ഒന്നും വിളിച്ച് പറയാറുമില്ല. അങ്ങനെ ചെയ്താൽ അത് അസ്വാഭാവികം. അല്ലെങ്കിലും കുറച്ച് നാളായി മന്ത്രി അങ്ങ് തകർത്ത് വാരുകയായിരുന്നല്ലോ. ഇപ്പോൾ ഒരു ചെറിയ ആശ്വാസം കിട്ടിക്കാണും. ഇനി കുറച്ച് നാളത്തേക്ക് വിശ്രമം.